ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ ആണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി പമ്പയിൽ വെച്ച് നടത്താൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ആ വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയപ്പോൾ തന്നെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി ആശങ്കകൾ ഉയർന്നു. എന്താണ് കാരണം? ഒരു വനിതാ മതിലൊക്കെ സൃഷ്ടിച്ച, തുല്യനീതിക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും വനിതാ മതിലൊക്കെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റാണ് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അപ്പോൾ അതെന്താണ് അതിന്റെ അജണ്ട എന്നതിനെ സംബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്ന് നിരവധി ആശങ്കകൾ ഉയർന്നു. അത്തരം ആശങ്കകൾക്കെല്ലാം മറുപടിയായി ഒരൊറ്റ വാക്യത്തിൽ നമ്മുടെ ദേവസ്വം മിനിസ്റ്റർ ശ്രീ വാസവൻ ഉത്തരം പറഞ്ഞു. ആ ഒരൊറ്റ വാക്യം ഇതായിരുന്നു: എല്ലാ ആശങ്കകളും അസ്ഥാനത്താണ്, ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്യം ഇതാണ്: ആഗോള അയ്യപ്പ സംഗമത്തിൽ ബിന്ദു അമ്മണിയെ പങ്കെടുപ്പിക്കില്ല. എന്തു തോന്നുന്നു? ആ ഉത്തരത്തിൽ തന്നെ ഉണ്ട് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഞാൻ കാണുന്നത്. ആ സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ ഞാനത് അതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ നൽകേണ്ടായി, ഒരു ഓപ്പൺ ലെറ്ററും അതുപോലെ തന്നെ മെയിലിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. ഇത് തീർച്ചയായിട്ടും അതിനെ ഞാൻ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നതിനപ്പുറം സ്ത്രീകൾക്ക് നിഷേധിച്ചിരിക്കുന്ന അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്, ഞങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഭരണഘടന മാത്രമല്ല, അത് കോടതി വളരെ കൃത്യമായിട്ട് ഇപ്പോഴും നിലവിൽ ഈ സമയത്തും സുപ്രീം കോടതിയുടെ വിധി റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല, സ്റ്റേ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാം. പക്ഷേ ഞങ്ങളെ പ്രവേശിപ്പിക്കില്ല. എന്തിന്? ശബരിമല പോയിട്ട് ശബരിമലയിൽ നിന്ന് കിലോമീറ്ററുകൾ ഇപ്പുറമുള്ള പമ്പയിൽ പോലും ഞങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന് കേരള സർക്കാരിന്റെ പ്രതിനിധിയായ മന്ത്രി വാസവൻ പറയുകയാണ്. അത് വളരെ സ്പെസിഫിക് ആയിട്ട്. അപ്പൊ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് പ്രതിലോമകാരികളുടെ നിലപാടുകളാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഞങ്ങളും വിശ്വാസികളാണ്, ഞങ്ങളും വിശ്വാസ സംരക്ഷകരാണ്. ഏത് വിശ്വാസമാണ്? അന്ധവിശ്വാസം സംരക്ഷിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു നിലപാടാണ് വാസവൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്.